ട്രംപിനെ വിറപ്പിക്കാൻ ഇറാന്റെ ഒരു പൂട്ട്. അണ്ടർ വാട്ടർ സൂപ്പർ പവറിലൂടെ വീണ്ടും ഇറാൻ രംഗത്തെത്തുമ്പോൾ പശ്ചിമേഷ്യ ആകെ ഭീതിയുടെ വക്കിലാണ്. പേർഷ്യൻ ഗൾഫിന്റെ ഭാവി അമേരിക്ക ഇല്ലാതെ ആയിരിക്കുമെന്ന് മുജ്തബ ഖമേനി പറയുമ്പോൾ അതിന്റെ കാഠിന്യം എത്രത്തോളമാണ് എന്നത് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. അമേരിക്കയെ കടലിൽ മുക്കുമെന്ന് പറയുന്ന ഇറാൻ സ്വന്തം സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്ന രീതികളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പ്രത്യേകിച്ച് കടലിനടിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വലിയ രാജ്യങ്ങളെ പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇറാൻ എത്തുകയാണെന്നാണ് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഉപരോധങ്ങൾ നടത്തുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതും ഇത്തരം കാര്യങ്ങൾ പറയുന്നതും അമേരിക്കയെ മൊത്തത്തിൽ ഭീതിയിലാഴ്ത്തുകയാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ശക്തമായതിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ തന്റെ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇത് ലോകത്തിനോട് ഒരു കാര്യം മാത്രമാണ് വിളിച്ചു പറയുന്നത്: സ്വന്തം മണ്ണിന് വേണ്ടിയിട്ടും സ്വന്തം ജനതയ്ക്ക് വേണ്ടിയിട്ടും ഏതൊരറ്റവും ഞങ്ങൾ പൊരുതും അല്ലെങ്കിൽ പോരാടും എന്നുള്ള ഉറച്ച നിലപാടാണ് ഇറാൻ വെളിപ്പെടുത്തുന്നത്. ഇറാൻ കടലിൽ അമേരിക്കൻ കപ്പലുകളെ നേരിടാൻ ഒരുങ്ങുന്നത് ഒരു ഒറ്റ സൂപ്പർ ആയുധം മാത്രമല്ല, മറിച്ച് നിരവധി തന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും ചേർന്ന ഒരു സമഗ്രമായിട്ടുള്ള സമീപനമാണ്. ഇറാൻ പ്രധാനമായിട്ടും സീ മൈനേഴ്സ്, അണ്ടർ വാട്ടർ ഡ്രോൺസ്, സബ്മൈനേഴ്സ്, ടോർപിഡോസ് എന്നിവ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് കടൽ മേഖലയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയ രീതിയിലുള്ള നീക്കുപോക്കുകൾ ഇറാൻ നടത്തുകയാണ്. അമേരിക്ക ഇതിലാകെ ഭയന്നിരിക്കുകയാണ്. നമുക്കറിയാം, എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ ഇപ്പോൾ അവിടെ ഇല്ല, അത് പിന്മാറിയിരിക്കുകയാണ്. അങ്ങനെ ഓരോ രീതിയിലും പിന്മാറുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും അമേരിക്കയുടെ കടുത്ത നിലപാടുകൾക്കും മറുപടിയായിട്ട് ഇറാൻ കടലിൽ ഒരുക്കുന്ന രീതികളാണ് ഇപ്പോൾ രാജ്യങ്ങളെ അല്ലെങ്കിൽ ലോകത്തെ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഒരു രീതികളെല്ലാം നേരിട്ട് വലിയ യുദ്ധം തുടങ്ങാൻ വേണ്ടിയല്ല, മറിച്ച് എതിരാളിയെ ഭീഷണിപ്പെടുത്താനും അവരുടെ നീക്കങ്ങൾ നിയന്ത്രിക്കാനുമാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് സീ മൈനേഴ്സ് വലിയൊരു ഭീഷണിയാണ്. അതായത് കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഈ ഒരു സ്ഫോടക വസ്തുക്കൾ കപ്പലെടുത്താൽ തന്നെ പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള മൈനേഴ്സ് ആണ്. അതുപോലെ തന്നെ ചെറിയ അണ്ടർ വാട്ടർ ഡ്രോൺസ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ബോട്ട്സ് ഉപയോഗിച്ച് വലിയ കപ്പലുകളെ പോലും ടാർഗറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് മോസ്കിറ്റോ ജെറ്റ് എന്ന് പറയുന്നത്. അതായത് മിന്നൽ വേഗത്തിൽ പാഞ്ഞ് വലിയ കപ്പലുകളെ പെട്ടെന്ന് തന്നെ നിർവീര്യമാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മോസ്കിറ്റോ പോലത്തുള്ള ഒരു ബോട്ട്, ആ ബോട്ടിനകത്തും ഇതേപോലുള്ള ചെറിയ ഡ്രോണുകളുണ്ട്. എന്തായാലും ഇവ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതാണ്. ഇനി ഈ അഡ്വാൻസ്ഡ് നേവികൾക്കും അല്ലെങ്കിൽ ചലഞ്ച് ആകാറുണ്ട് ഇത്തരം നീക്കുപോക്കുകൾ. എന്തായാലും സബ്മറീനുകളും ടോർപിഡോകളും ഇറാന്റെ മറ്റൊരു ശക്തിയാണ്. കടലിനടിയിൽ സ്റ്റെൽത്ത് ആയിട്ട് നീങ്ങുന്ന സബ്മറീൻസ് കപ്പലുകളുടെ അടിഭാഗത്തെ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ കഴിയും. കപ്പലുകളുടെ ഏറ്റവും ദുർബല ഭാഗം താഴെയുള്ള ഹൽ ആയതിനാൽ ഇത്തരത്തിലുള്ള ആക്രമണം വലിയ രീതിയിലുള്ള നാശം വരുത്താൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം ഇത്തരം നീക്കുപോക്കുകൾ ഇറാൻ നടത്തുമ്പോൾ ഇതിനിടയിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കപ്പൽ മാറുന്നു, ഇപ്പോൾ ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് മാറുന്നു. എന്തായാലും ഉപരോധം ശക്തമായിരിക്കുകയാണ്. സൈനികർ അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും ഈ വാക്കുകളൊക്കെ മാറി ഒരു ആക്രമണം നടക്കാം എന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ചിന്ത പോകാത്തത് ഈ ഇറാന്റെ ഇത്രയും അത്യാധുനിക ആയുധങ്ങളും അല്ലെങ്കിൽ ഇത്രയും തരത്തിലുള്ള ഈ ഡ്രോണുകളും മിസൈലുകളും കണ്ടിട്ടാണ്. ഡ്രോണുകളും മിസൈലുകളും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു സ്വാം അറ്റാക്ക് രീതിയും അവർ പരീക്ഷിക്കുന്നുണ്ട്. ഒരേ സമയം പല ദിശകളിൽ നിന്ന് ആക്രമണം വന്നാൽ ഡിഫൻസ് സിസ്റ്റംസ് ഓവർലോഡ് ആകാൻ സാധ്യതയുണ്ട്. ഇത് വലിയ കപ്പലുകളെ പോലും ഒരു കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ, അതായത് പെട്ടെന്ന് അതിനെ വഴിതെറ്റിച്ച് അല്ലെങ്കിൽ അത് പെട്ടെന്ന് അതിനെ ഒരു നശിപ്പിക്കുന്ന രീതിയിലേക്ക് ആക്കാൻ കഴിയും എന്നതാണ് ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇതെല്ലാം കൂടുതൽ പ്രാധാന്യമാകുന്നത് ഹോർമുസ് പോലുള്ള പ്രദേശങ്ങളിലാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ കയറ്റുമതി ഈ വഴിയിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ ചെറിയൊരു സംഘർഷം പോലും ലോക സാമ്പത്തിക രംഗത്തെ ബാധിക്കാൻ കഴിയും. എങ്കിലും അമേരിക്കൻ കപ്പലുകൾ മുഴുവൻ തകർക്കുമെന്നത് യാഥാർത്ഥ്യമല്ല. പക്ഷെ അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക്
പിന്നെ അവിടെ യാതൊന്നും തന്നെ ഉണ്ടാകില്ല. ഈ അമേരിക്കയുടെ നാവികസേന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒന്നാണെന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങളിൽ അടിപതറി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഹോർമുസിൽ ഉപരോധം തുടങ്ങി, യാതൊരു കപ്പലുകളും ഞങ്ങളുടെ അനുമതിയില്ലാതെ അങ്ങോട്ടേക്ക് കടന്നു പോകില്ല എന്ന് പറഞ്ഞ അതേ സൈനികർക്ക് മുന്നിലായിരുന്നു, അതേ അമേരിക്കൻ സൈനികർക്ക് മുന്നിലൂടെയായിരുന്നു റഷ്യയുടെ കപ്പൽ വന്നത്, ചൈനീസ് കപ്പൽ വന്നത്, എന്തിനേറെ പറയുന്നു മുംബൈയിലേക്ക് പോലും ഒരു കപ്പൽ വന്നത്, നമ്മുടെ ഇന്ത്യയുടെ കപ്പലും ഒക്കെ വന്നത്. എന്തായാലും ഇത്തരം നീക്കങ്ങൾ നടക്കുമ്പോഴും അമേരിക്ക അവിടെ മൗനം പാലിക്കുന്നതും യാതൊരു തരത്തിലും ആക്രമണം നടത്താത്തതിനും പിന്നിലും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഭയം തന്നെയാണ്. എന്തായാലും ഇറാന്റെ ലക്ഷ്യം പൂർണ്ണ വിജയം അല്ലെങ്കിൽ കടൽപാതകളിൽ സമ്മർദ്ദം സൃഷ്ടിക്കുക എന്നതാണ്. തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറാൻ ഈ ഒരു കർക്കശമായിട്ടുള്ള നിലപാടുമായിട്ടും ഇത്തരം നീക്കങ്ങളുമായിട്ടും മുന്നോട്ട് പോകുന്നത്. തോക്കുകൾ കൊണ്ട് ഇറാനെ കീഴടക്കാമെന്ന് വൈറ്റ് ഹൗസ് കരുതിയപ്പോൾ സ്വന്തം മണ്ണിൽ അമേരിക്കൻ ജനത ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടുകയാണ്. ഇറാൻ ഒരു യുദ്ധം ചരിത്രപരമായിട്ടുള്ള വിഡ്ഢിത്തം എന്ന് 10-6 അമേരിക്കക്കാർ ഉറപ്പിച്ചു പറയുമ്പോൾ 2003 ഇറാഖ് യുദ്ധത്തിന് നൽകിയ അന്ധമായിട്ടുള്ള പിന്തുണയല്ല, മറിച്ച് കടുത്ത സംശയവും പ്രതിരോധവുമാണ് ഇന്ന് അമേരിക്കൻ തെരുവുകളിൽ മുഴങ്ങുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം കൊണ്ട് നാണം കെട്ട് നാറിയ ട്രംപിനെയാണ് അമേരിക്കൻ ജനത കാണുന്നത്. കാരണം ഈ യുദ്ധം ജയിക്കും, 4 ആഴ്ചയെ നിൽക്കൂ, ഞങ്ങൾ ഇറാൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം ട്രംപിന്റെ കയ്യിൽ ഇറാന്റെ ഒരു പിടി മണ്ണ് പോലും ഇല്ലാതെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു മാറിയത്. ഇന്ന് അവിടുത്തെ കോൺഗ്രസ് ചോദിക്കുന്നതിന് മറുപടി നൽകാൻ പോലും ട്രംപിനാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി കൊടുക്കാത്ത ഒരു ട്രംപിനെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പറഞ്ഞു വന്നതിലേക്ക് പോവാം. അതായത് ഈ 2003 ഇറാഖ് യുദ്ധത്തിന് നൽകിയ അന്ധമായിട്ടുള്ള പിന്തുണയല്ല ഈ അമേരിക്കൻ ജനത ഇപ്പോൾ ട്രംപിന് നൽകുന്നത്. മാത്രമല്ല, ട്രംപിനോടുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അവിടുത്തെ ഒരു പുതിയ സർവേ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളുടെ ഭാവി തന്നെ അവതാളത്തിലാകുമോ എന്നതാണ്. അതായത് ഒരു നോളജ് പാനൽ ഉപയോഗിച്ച് ABC ന്യൂസ്, ദി വാഷിംഗ്ടൺ പോസ്റ്റ് എന്നിവർ ചേർന്ന് നടത്തിയ ഒരു സർവേ പ്രകാരം 10-6 അമേരിക്കക്കാരും ഇറാനെതിരായിട്ടുള്ള യുദ്ധം ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. വെറും 3-1 പേർ മാത്രമാണ് ഈ നടപടിയെ ശരിവെക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനെതിരായിട്ടുള്ള യുദ്ധം തുടക്കത്തിൽ തന്നെ ഒരു പൊതുജനങ്ങൾക്കിടയിൽ വലിയ സംശയങ്ങളും അസന്തോഷവും സൃഷ്ടിച്ചിരിക്കുകയാണ്. അതായത് ഈ പറയുന്നത് പോലെ തന്നെ ട്രംപിനെതിരെ വലിയൊരു ജനവിരുദ്ധ വികാരം ഉണർന്നിരിക്കുകയാണ്. ഈ ഒരു യുദ്ധം കൊണ്ടിട്ട് യാതൊരു ലാഭവും ഉണ്ടായിട്ടില്ല, വെറുതെയാണ്. സത്യം പറഞ്ഞാൽ ഇറാനിലേക്ക് ഒരു യുദ്ധം തൊടുത്ത് വിടണ്ട എന്ന ആശയമാണ് അവിടെ ഇത്രയും പേർക്കുള്ളത്. അപ്പോൾ അവിടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. എന്തായാലും യുദ്ധത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ചും അമേരിക്കക്കാർക്ക് ശക്തമായിട്ടുള്ള ആശങ്കകളുണ്ട്. സർവേ പ്രകാരം ഏകദേശം 60% ആളുകൾ US സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ള ഭയമുണ്ട്. 56% പേർ സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധം ദുർബലമാകുന്നുവെന്നും ആശങ്കയുണ്ട്. ഇതിനൊപ്പം തന്നെ ഗ്യാസ് വില ഉയരുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിൽ നേരിട്ടുള്ള ബാധ ഉണ്ടാകുന്നതുമാണ് യുദ്ധത്തോടുള്ള പ്രതികൂല മനോഭാവം കൂടുതൽ ശക്തമാക്കുന്നത്. പലരും അടുത്ത വർഷങ്ങളിലും ഇന്ധനവില ഉയർന്നിരിക്കുമെന്ന് കരുതുമ്പോൾ അമേരിക്കൻ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ഇത് വലിയ വെല്ലുവിളിയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് മാത്രമല്ല, രാജ്യത്തിനകത്തും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ട്രംപിന് സംഭവിക്കുന്നത്. ട്രംപിന്റെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. ഇറാൻ ഒരുക്കുന്ന ഏറ്റവും വലിയ കെണിയിൽ ട്രംപ് പെട്ടുപോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പശ്ചിമേഷ്യ ആയിരിക്കും. കാരണം ട്രംപിനെ തളച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയുടെ ആയിരിക്കും, അതുപോലെ തന്നെ അവിടുത്തെ ജനതകളുടെ ആയിരിക്കും. കാരണം ഇത്തരം രീതികളിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ നേരത്തെ മുജ്തബ ഖമീനി വന്നതിന് ശേഷം ഇറാന്റെ നിലപാടുകളിൽ വളരെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഒരു സാധാരണ ജനമെന്നോ സാധാരണ സ്ഥലമെന്നോ എന്നൊന്നുമില്ല, വലിയ രീതിയിലുള്ള ആക്രമണം ഏത് നിമിഷവും ഏത് രീതിയിലും ഇറാൻ തൊടുത്തു വിടുമെന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഭയക്കുന്നത്. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ മാപ്പ് പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ ഉടമ്പടിയിൽ ശരിവെച്ച് പിന്മാറുകയാണെങ്കിൽ അത് എന്നേക്കുമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് എത്തുമെന്നതിൽ സംശയമില്ല. പക്ഷേ ആ സമാധാനത്തിലേക്ക് എത്തിക്കാൻ അമേരിക്ക ശ്രമിക്കാത്തതാണ് ഇന്ന് അവിടെ ജനജീവിതം ദുസ്സഹമാകാനുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇറാൻ ഈ കടലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വജ്രായുധം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നെ ലോകത്തിന് മുന്നിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്.